നിലയ്ക്കാത്ത കണ്ണീരും മായാത്ത ഓർമ്മകളുമാണ് ഭോപ്പാൽ ദുരന്തം. ചുറ്റും നടക്കുന്നത് എന്താണെന്ന് പോലും അറിയാതെ ആളുകൾ മരിച്ചു വീണു. എല്ലാ ദിവസത്തെയും പോലെ കിടന്നുറങ്ങിയ ആളുകൾ ഒന്നും അറിയാതെ മരിച്ചു. ഭോപ്പാൽ ദുരന്തം എന്ന വാക്ക് ഇന്നും സമൂഹ മനസാക്ഷിക്ക് ഞെട്ടലുണ്ടാക്കുന്നതാണ്. ദുരന്തം നടന്ന് 40 വർഷം പിന്നിടുമ്പോഴും ഇന്ത്യക്കാർക്ക് ഭോപ്പാൽ ദുരന്തം ഒരു ഉണങ്ങാത്ത മുറിവാണ്. ദുരന്തം നടന്ന സമയം ഫോറൻസിക് സർജനായിരുന്ന ഡോക്ടർ DK സത്പതിയുടെ വാക്കുകളാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരുടെ അടുത്ത തലമുറകളിലും വിഷവാതകത്തിന്റെ ഫലങ്ങൾ കാണുന്നതായാണ് ഡോക്ടർ പറയുന്നത്. ദുരന്തത്തിന്റെ ആദ്യ ദിവസം താൻ 875 പോസ്റ്റ്മോർട്ടം നടത്തിയെന്നും അടുത്ത ദിവസങ്ങളിലായി 18,000 പോസ്റ്റ്മോർട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചുവെന്നും ഭോപ്പാലിലെ ഗാന്ധി മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് വിഭാഗം മുൻ മേധാവിയായിരുന്ന ഡോക്ടർ ഓർത്തെടുക്കുന്നു. വിഷവാതക ദുരന്തത്തിന്റെ 40ാം വാർഷികത്തോടനുബന്ധിച്ച് അതിജീവിച്ചവരുടെ സംഘടനകൾ നടത്തിയ പരിപാടിയിൽ സംസാരിക്കുമ്പോഴാണ് കൈപ്പേറിയ ഓർമ്മകൾ അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. അതിജീവിച്ച സ്ത്രീകളുടെ ഗർഭസ്ഥ ശിശുക്കളിൽ വിഷവാതകങ്ങളുടെ സ്വാധീനത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ യൂണിയൻ കാർബൈഡ് നിഷേധിച്ചുവെന്ന് ഡോക്ടർ ചൂണ്ടിക്കാട്ടി. എന്നാൽ ഇവരുടെ രക്തസാമ്പിളുകൾ പരിശോധിച്ചതോടെ അമ്മയിൽ നിന്ന് 50% വിഷപദാർത്ഥങ്ങളും ഗർഭപാത്രത്തിലെ കുട്ടിയിലെത്തിയെന്ന് കണ്ടെത്തിയിരുന്നു. ഇത് അടുത്ത തലമുറയുടെ ആരോഗ്യത്തെയും ബാധിക്കുമെന്ന് ഡോക്ടർ നിസ്സംശയം പറയുന്നുമുണ്ട്. പ്ലാന്റിൽ നിന്ന് ചോർന്ന MIC വാതകം വെള്ളവുമായി ചേർന്ന് ആയിരക്കണക്കിന് മറ്റു വാതകങ്ങൾ രൂപപ്പെട്ടുവെന്നും ഇവയിൽ ചിലത് ക്യാൻസർ, രക്തസമ്മർദ്ദം, കരൾ തകരാറുകൾ തുടങ്ങിയ രോഗങ്ങൾക്ക് കാരണമാകുമെന്നും സത്പതി കൂട്ടിച്ചേർത്തു. 1984 ഡിസംബർ 2-3 തീയതികളിലാണ് ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ വ്യാവസായിക ദുരന്തമായ ഭോപ്പാൽ ദുരന്തം നടക്കുന്നത്. അമേരിക്കൻ സ്ഥാപനമായ യൂണിയൻ കാർബൈഡ് കോർപ്പറേഷന്റെ ഉടമസ്ഥതയിൽ ഇന്ത്യയിൽ പ്രവർത്തിച്ചിരുന്ന കീടനാശിനി പ്ലാന്റിൽ നിന്നാണ് ദുരന്തത്തിന് കാരണമായ വാതക ചോർച്ചയുണ്ടാകുന്നത്. 45 ടൺ അപകടകരമായ MIC എന്ന മീഥൈൽ ഐസോസൈനേറ്റ് ആണ് ചോർന്നത്. നിമിഷനേരം കൊണ്ടാണ് ഈ വിഷവാതകം ഭോപ്പാലിലെ ജനവാസ മേഖലകളിൽ ആകെ പടർന്നു പിടിച്ചത്. ആയിരക്കണക്കിന് മനുഷ്യർ ശ്വാസം കിട്ടാതെ പിടഞ്ഞു വീണു മരിച്ചു. ചിലർ ഈ ദുരന്തത്തിന്റെ ഓർമ്മപ്പെടുത്തലുമായി ഇപ്പോഴും ജീവിത യാതനകൾ അനുഭവിക്കുകയാണ്. എന്നത്തെയും പോലെയാണ് ആ ദിവസവും ആളുകൾ സമയം ചെലവഴിച്ചത്. എന്നാൽ വരാനിരിക്കുന്ന നിരവധി കരിദിനങ്ങൾക്ക് സാക്ഷിയാകാൻ പോവുകയാണ് തങ്ങളെന്ന് അവരറിഞ്ഞില്ല. ആ ദിവസത്തെ ഓരോ നിമിഷങ്ങൾക്കുമുണ്ട് പറയാൻ ഓരോ കഥകൾ. ഡിസംബർ 2 വൈകിട്ടാണ് ടാങ്കിൽ വെള്ളം കയറിയതായി തൊഴിലാളികൾ മനസ്സിലാക്കുന്നത്. തുടർന്ന് രാത്രി 10:30 ടാങ്കിലെ പ്രഷർ പരിശോധന നടത്തി. എന്നാൽ അസാധാരണമായി ഒന്നും കണ്ടെത്തിയില്ല. പക്ഷെ അധികം വൈകാതെ E610 ടാങ്കിന്റെ അവസ്ഥയിൽ സമ്മർദ്ദ വ്യതിയാനം അനുഭവപ്പെട്ടു. രാത്രി 11 മണിയാകുമ്പോഴേക്കും ടാങ്കിലെ പ്രഷർ പെട്ടെന്ന് കൂടുകയാണ്. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന റിഫൈനറി ജീവനക്കാർ ഇൻസ്ട്രുമെന്റ് തകരാറാണെന്ന് അനുമാനിച്ചു. എന്നാൽ 11:30 പ്ലാന്റിലെ ജീവനക്കാർക്ക് അസ്വാഭാവികമായ വാതക ചോർച്ച അനുഭവപ്പെടുന്നത്. ഇതോടെ ടാങ്കിൽ ചോർച്ച വന്നിട്ടുണ്ടോ എന്നറിയാൻ വിശദമായ പരിശോധനകൾ നടത്തി. പരിശോധനയിൽ 11:45 ടാങ്കിൽ ചോർച്ച കണ്ടെത്തുകയും ചെയ്തു. ഉടൻ തന്നെ ജീവനക്കാർ MIC സൂപ്പർവൈസറെ കാര്യം അറിയിച്ചു. എന്നാൽ ടീ ബ്രേക്കിന് ശേഷം പ്രശ്നം പരിഹരിക്കാമെന്നാണ് അധികൃതർ അറിയിച്ചത്. കൂടുതൽ ചോർച്ചയുണ്ടോ എന്ന് പരിശോധിക്കാനും അധികൃതർ അറിയിച്ചു. അപ്പോഴേക്കും സമയം 12:15 കഴിഞ്ഞിരുന്നു. അങ്ങനെ ടീ ബ്രേക്ക് കഴിഞ്ഞ് 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും ടാങ്കിലെ താപനില സ്കെയിലിന്റെ പരിധിക്ക് പുറത്തെത്തിയിരുന്നു. അതായത് 25 ഡിഗ്രി സെൽഷ്യസിലേക്ക് താപനില എത്തി. തുടർന്ന് 12:40 എമർജൻസി റിലീഫ് വാൽവ് പൊട്ടിത്തെറിക്കുന്നതും E610 ടാങ്കിന് മുകളിലെ കോൺക്രീറ്റ് സ്ലാബ് പൊട്ടുന്നതും ജീവനക്കാരന്റെ ശ്രദ്ധയിൽപ്പെട്ടു. വെറും 45 മുതൽ 60 മിനിറ്റ് സമയത്തിനിടയിൽ 30 ടൺ MIC വാതകമാണ് അന്തരീക്ഷത്തിലേക്ക് പ്രവഹിച്ചത്. 2 മണിക്കൂറുകൾ കൂടി കഴിയുമ്പോൾ അത് 40 ടണ്ണായി. ഭോപ്പാലിന്റെ തെക്ക് കിഴക്ക് ദിശയിലേക്ക് വാതകം അതിവേഗത്തിൽ തന്നെ പടരാൻ തുടങ്ങി. സമയം രാത്രി 12:50 ആവുകയാണ്. അപ്പോഴേക്കും പ്ലാന്റിന് ചുറ്റും വാതകത്തിന്റെ തോത് സഹിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പടർന്നു കഴിഞ്ഞു. പിന്നാലെ മുന്നറിയിപ്പ് നൽകാനായി പ്ലാന്റ് ജീവനക്കാർ 2 സൈറൻ മുഴക്കി. ഒന്ന് പ്ലാന്റിലെ ജീവനക്കാർക്കുള്ളതും മറ്റത് പ്ലാന്റിന് ചുറ്റും താമസിക്കുന്ന പൊതുജനങ്ങൾക്കുള്ള മുന്നറിയിപ്പും. പിന്നാലെ പ്ലാന്റിന് 2 കിലോമീറ്റർ ചുറ്റളവിൽ ഉള്ള ജനങ്ങളെ രക്ഷിക്കുന്നതിനായി ടൗൺ ഇൻസ്പെക്ടർ പോലീസ് സൂപ്രണ്ടിനെ വിളിച്ച് സഹായവും അഭ്യർത്ഥിച്ചു. സമയം 1:25 ആവുമ്പോഴേക്കും പോലീസ് അധികൃതർ പ്ലാന്റ് ജീവനക്കാരുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളുടെ സ്ഥിതിഗതികൾ വിലയിരുത്തി. എന്നാൽ കൃത്യമായ ആശയവിനിമയം ഇവർക്കിടയിൽ നടന്നില്ല. അതിനാൽ തന്നെ അമോണിയയും ഫോസ്ജീനുമാണ് ചോർന്നതെന്ന് പോലീസ് കരുതുകയും ഹമീദിയ ഹോസ്പിറ്റൽ അധികൃതർക്ക് ഈ വിവരം കൈമാറുകയും ചെയ്തു. പിന്നീടാണ് MIC ആണ് ചോർന്നതെന്ന വിവരം പോലീസ് ഉൾപ്പെടെ എല്ലാവരും അറിയുന്നത്. ഇതോടെ സംഭവത്തിന്റെ സ്ഥിതി മാറി. ആശുപത്രി ജീവനക്കാർക്ക് MICയെക്കുറിച്ച് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല അതിന്റെ ആന്റിഡോട്ടും അവരുടെ പക്കലുണ്ടായിരുന്നില്ല. ഈ സമയമൊക്കെ പ്ലാന്റിന്റെ അവസ്ഥ കൂടുതൽ ഭയാനകമായി കൊണ്ടിരിക്കുകയാണ്. പുലർച്ചെ 2 മണിയോടെ MIC വാതക ടാങ്ക് പൊട്ടിത്തെറിച്ചു. പിന്നാലെ ഭീമമായ അളവിൽ വിഷവാതകം ചോർന്നു. പ്ലാന്റിന്റെ സൈറൺ വീണ്ടും മുഴങ്ങി. എന്നാൽ അപ്പോഴേക്കും ജനങ്ങളിലേക്ക് ഈ വിഷവാതകം എത്തിയിരുന്നു. ശ്വാസതടസ്സവും നെഞ്ചുവേദനയും ഛർദിയും വയറുവേദനയും ഒക്കെയായി ജനങ്ങൾ പരിഭ്രാന്തിയോടെ ഉറക്കത്തിൽ നിന്നും ഉണർന്നു. ചുറ്റും എന്താണ് നടക്കുന്നതെന്ന് പോലും മനസ്സിലാകാതെ മനുഷ്യർ വീട് വിട്ട് പുറത്തേക്ക് ഇറങ്ങി ഓടി. ഓടിക്കിതച്ചവർ കൂടുതൽ ശ്വസിക്കാൻ തുടങ്ങിയതോടെ കൂടുതൽ വാതകമുള്ളിലേക്ക് എത്തി കുഴഞ്ഞു വീണു. പിഞ്ചു കുഞ്ഞുങ്ങളടക്കം ശ്വാസം കിട്ടാതെ പിടഞ്ഞു.
അങ്ങനെ രാത്രി 10 മണിയോടെ പ്ലാന്റിൽ ആരംഭിച്ച വാതക ചോർച്ച അർദ്ധരാത്രി പിന്നിട്ടതോടെ ഭോപ്പാൽ നഗരത്തെ ഒരു ശവക്കൂടാരമാക്കി മാറ്റി. ആശുപത്രി മോർച്ചറികളിൽ മൃതദേഹങ്ങൾ നിറഞ്ഞു കവിഞ്ഞു. ഒട്ടേറെ മരണങ്ങൾ കണക്കിൽപ്പെടാതെ ആരും അറിയാതെ തേഞ്ഞുമാഞ്ഞുപോയി. മൃഗങ്ങളും പക്ഷികളും വഴിയിലുടനീളം ചത്തുജീർണിച്ചു കിടന്നു. അന്നേ ദിവസം മാത്രം 3787 പേരാണ് സ്ഥലത്ത് മരിച്ചു വീണത്. പിന്നാലെ 22,000-ഓളം പേർ ആകെ മരിച്ചതായാണ് പുറത്തുവരുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 5 ലക്ഷത്തിലധികം ആളുകളെ ഈ ദുരന്തം സാരമായി തന്നെ ബാധിക്കുകയും ചെയ്തു. തുടർന്ന് നടന്ന പരിശോധനയിൽ ഗ്യാസ് പ്ലാന്റ് യാതൊരു തരത്തിലുള്ള സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചിരുന്നില്ലെന്ന് വ്യക്തമായിരുന്നു. വാൽവുകളും ലൈനുകളും എല്ലാം തുരുമ്പിച്ച അവസ്ഥയിലായിരുന്നു. പൈപ്പുകൾ വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന വെൻ ഗ്യാസ് സ്ക്രബറുകളും സ്റ്റീം ബോയിലറും പ്രവർത്തനരഹിതമായിരുന്നുവെന്നും കണ്ടെത്തി. ദുരന്തം നടക്കുന്ന ഡിസംബർ 2-ന് ഒരു സൈഡ് പൈപ്പിലൂടെ വെള്ളം ഗ്യാസ് ടാങ്കിൽ പ്രവേശിച്ചതാണ് ഇത്രയും വലിയ ദുരന്തത്തിന് കാരണമാകുന്നത്. ഭോപ്പാൽ ദുരന്തം നടന്ന വർഷം 40 ആയെങ്കിലും ഇന്നും അതിന്റെ ദുരന്തം അനുഭവിച്ചു കഴിയുകയാണ് ആയിരക്കണക്കിന് ആളുകൾ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.